പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53-ാമത്തെ വയസ്സിലുണ്ടാകുന്ന സംഭവങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി കടന്നു പോകുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം അവസാനിക്കാറായി. ഈ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് വന്ന ഔസ് ഖസ്റജ് ഗോത്രക്കാരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈഅത്ത് ചെയ്തതും പിന്തുണ അറിയിച്ചതും അതിനുശേഷം മുസ്ലിങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും വളരെയധികം പീഡനങ്ങളും പരീക്ഷണങ്ങളും നേരിട്ട് യസ്രിബ്, മദീന എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട യസ്രിബിലേക്ക് പോയത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉച്ചത്തിൽ വളരെ ധൈര്യപൂർവ്വം 10-20 ആളുകളെയും കൊണ്ട് ഖുറൈശികളുടെ മുമ്പിൽ വെല്ലുവിളിച്ച് അവരുടെ മൂക്കിൻ തുമ്പിലൂടെ 20ഓളം ആളുകളോടൊപ്പം പരസ്യമായി പലായനം ചെയ്ത, ഹിജ്റ ചെയ്ത സ്വഹാബികളുണ്ടായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദീകരിച്ചതുപോലെ മറുവശത്ത് എന്തൊക്കെയുണ്ടോ ഉടുവസ്ത്രം മാത്രം സ്വന്തമായി എടുത്തുകൊണ്ട് ഇസ്ലാമിനെയും നെഞ്ചിൽ ഏറ്റിക്കൊണ്ട് സമ്പാദിച്ചതൊക്കെ മുഴുവനും ഇസ്ലാം എന്നൊരൊറ്റ ആദർശത്തിന് വേണ്ടി ഒഴിവാക്കിക്കൊണ്ടു പോയ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളും മറുവശത്തുണ്ട്. ശത്രുക്കളുടെ സ്വന്തം കുടുംബക്കാരുടെ കണ്ണ് വെട്ടിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇറങ്ങിത്തിരിച്ച അയ്യാഷ് ഇബ്നു അബി റബീഅ, അദ്ദേഹത്തെ പിന്നീട് വീണ്ടും അബൂജഹൽ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ തന്ത്രത്തിൽപ്പെടുത്തി മക്കയിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നത്, പരസ്യമായി ആക്ഷേപിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ ഹിജ്റയുടെ ഭയാനകതയും ഭീകരതയും അന്ന് സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹം അതിനെ നേരിട്ട രീതിയും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മദീന യസ്രിബ് എന്ന പ്രദേശത്തേക്ക് പോകാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും. അത് കഴിഞ്ഞ് അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും കുറച്ച് ദുർബലരായ മുസ്ലിങ്ങളും മാത്രം മക്കയിൽ അവശേഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇവരല്ലാത്ത ദുർബലരായ മുസ്ലിങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ട്. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് തൻ്റെ മകളാണ്, മറ്റൊരു മകളായ അസ്മ ബിൻത്ത് അബീബക്കർ റളിയല്ലാഹു അൻഹ, അങ്ങനെയുള്ള ആളുകൾ, കുറേ സ്ത്രീകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അടിമകളായ, ദുർബലരായ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒറ്റയ്ക്ക് പലായനം ചെയ്യാൻ കഴിയാത്ത ആളുകൾ അന്ന് മക്കയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവരൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിജ്റ പോകാനുള്ള അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാനുള്ള സാധന സാമഗ്രികളൊക്കെ ഒരുക്കി തയ്യാറായി എല്ലാം റെഡിയാക്കി റസൂലിനോട് ഒന്ന് അനുവാദം ചോദിച്ചു. റസൂൽ പറഞ്ഞു, അല അരിസ്ലിക്, അബൂബക്കർ ഒന്ന് താമസിച്ച്, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു സമാധാനത്തിൽ. കാരണം എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഹിജ്റ പോകാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ചോദിച്ചത്, സ്വഹബ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് അനുമതി കിട്ടിയിട്ടില്ല എന്ന് താങ്കൾ എന്നോട് പറയുന്നത് താങ്കളോടൊപ്പം ഞാനും വരണമെന്ന ആഗ്രഹത്തിലാണല്ലോ. അസ്വഹബ, താങ്കളോടുള്ള ഒപ്പമുള്ള, ഒന്നിച്ചു ചേർന്നുള്ള ഹിജ്റ, താങ്കളോടൊപ്പം ഹിജ്റ പോകാൻ, കൂട്ടുകാരനാകാൻ, സ്വാഹിബാകാൻ, സുഹബത്ത് ലഭിക്കാൻ, അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതാണോ എനിക്ക് നൽകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ പ്രവാചകന് ശേഷം രണ്ടാമനായി എണ്ണാൻ വേറൊരാളും അന്നുമില്ല. എന്നിട്ടും ഹിജ്റയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടെ, അത്ഭുതത്തോടു കൂടി അസ്സുഹബ യാ റസൂലല്ലാഹ്, റസൂലെ സുഹബത്ത് എനിക്ക് വേണം എന്ന ഒരു ചോദ്യം, എന്നൊരു ആശ്ചര്യത്തോടു കൂടി അത്ഭുതം കലർന്ന ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. പിന്നീടും അങ്ങനെ തന്നെ ഏകദേശം 2-2.5 മാസങ്ങൾ കഴിഞ്ഞു. രണ്ടാം അഖബ ഉടമ്പടി കഴിഞ്ഞിട്ട് 2-2.5 മാസം കഴിഞ്ഞു. സ്വഹാബകളൊക്കെ പോയി, അധിക ആളുകളും പോയി. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ ദാറുൻ നദ്വ, മക്കയിലെ പ്രധാനികളായ ആളുകൾ ഒരുമിച്ച് കൂടി തീരുമാനങ്ങളെടുക്കുന്ന ദാറുൻ നദ്വ എന്ന വീട്ടിൽ. നദ്വ എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സംഘം, ഒരു സംഘടന എന്നൊക്കെ അർത്ഥമുള്ളൂ. ദാർ എന്ന് പറഞ്ഞാൽ വീട്, അത് അവർ ഒരുമിച്ച് കൂടി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന വീടായിരുന്നു. അതിനെപ്പറ്റി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഖുസൈ ഇബ്നു കിലാബ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ പരമ്പരകളാണ് ഖുസൈ ഇബ്നു കിലാബായിരുന്നു ഈ ഒരു സംരംഭത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ വീടിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വസ്തു, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ആയിരുന്നു ഈ ഒരു ദാറുൻ നദ്വ എന്നൊരു കെട്ടിടം, ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമുണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും മദീനയിലേക്ക് പോകാൻ അനുവദിക്കരുത് എന്ന തീരുമാനമുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂലിനെ മദീനയിലേക്ക് അയക്കുന്നത് അവരുടെ മതപരമായ ഒരു ഭീഷണി കൂടിയാണ്. അതോടൊപ്പം ഭൗതികമായി അവരുടെ ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിന് നേരെ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു ഭീഷണി കൂടിയാണ്. ഭൗതികമായും മതപരമായും അവർക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ ഭീഷണി ഏകദേശം 2.5 ലക്ഷത്തോളം സ്വർണ്ണ നാണയമായിരുന്നു അന്ന് മക്കയും ഷാമും തമ്മിൽ നടന്നിരുന്ന കച്ചവട ബന്ധങ്ങൾ. അത്ര മൂല്യമുണ്ടായിരുന്നു അതിന്. അത് നഷ്ടപ്പെടുത്താൻ ആ വലിയ കച്ചവട കേന്ദ്രത്തേക്കുള്ള യാത്രാമധ്യേയുള്ള മദീന മുസ്ലിങ്ങളുടെ തങ്ങളുടെ ശത്രുക്കളുടെ കീഴിൽ അകപ്പെട്ടാൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഖുറൈശികൾക്കറിയാം. അതോടൊപ്പം മുഹമ്മദ് കൊണ്ടുവന്ന ഈ പുതിയ മതം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശക്തി ആർജിച്ചാൽ അവരിതുവരെ കൈയടക്കി വെച്ചിരുന്ന പല അവകാശങ്ങളും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഅബയുടെ നിർമ്മാണത്തിലടക്കം ആ വാതിലടക്കം അവർ തറയിൽ നിന്ന് ഉയർത്താനുള്ള കാരണം അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം അനുവാദം നൽകുക, അവരുദ്ദേശിക്കാത്തവർ കഅബയിൽ പ്രവേശിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. ഖുറൈശികളുടെ അപ്രമാദിത്വം അതോടുകൂടി ഇല്ലാതാകും എന്നതുകൂടി അവർക്കുണ്ടായൊരു ഭയം തന്നെയാണ് സ്വാഭാവികമായി. അങ്ങനെയാണ് ഖുറൈശികളുടെ ചർച്ചാ കേന്ദ്രമായ ദാറുൻ നദ്വയിൽ അവർ ഒരുമിച്ച് കൂടുന്നത്. അന്ന് മക്കയിലെ പ്രധാനികളായ ആളുകളൊക്കെയും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി വരികയുണ്ടായി. ഇങ്ങനെ മുസ്ലിങ്ങളൊക്കെ മദീനയിൽ എത്തിക്കഴിഞ്ഞു, ഇനി പോകാനുള്ളത് മുഹമ്മദാണ്. മുഹമ്മദ് കൂടി മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചെങ്കിലും നമ്മുടെ ഒരു നിയന്ത്രണ പരിധിയിൽ നിന്ന് ഈ ഒരു കാര്യം വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഭീഷണിയായി മാറും എന്ന ചിന്തയിൽ അവർ ഒരുമിച്ച് കൂടുകയുണ്ടായി. ഈ ഒരു മീറ്റിങ്ങിൽ പിശാച് ഒരു അറബി വൃദ്ധൻ്റെ രൂപത്തിൽ പങ്കെടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിശാച് ഒരു നജ്ദ് എന്ന് പറയുന്നത് അറേബ്യൻ ഉപദ്വീപിനെ വിഭജിക്കുന്ന ഭൂപ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഭൂമിയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് നജ്ദ്. നജ്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥം നജ്ദ്. അതുപോലെ തന്നെ മക്ക, മദീന ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തിന് ഹിജാസ് എന്നാണ് പറയുക. അതിന് താഴേക്ക് വന്നാൽ യമൻ. ഇതൊക്കെ ഒരു ഭൂപ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മക്കക്കാർ, അന്നത്തെ അറബികൾ മനസ്സിലാക്കിയിരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു നജ്ദ് പ്രദേശത്തുകാരനായ ഒരു വൃദ്ധൻ്റെ രൂപത്തിലാണ് പിശാച് അന്ന് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ പേരൊക്കെ, പ്രധാനപ്പെട്ട ഗോത്രങ്ങളുടെ പേരൊക്കെ സീറ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. അബൂജഹൽ എന്തായാലും ഉണ്ട്. ബനു മഖ്സൂം ഗോത്രക്കാരനാണ് അബൂജഹൽ. ബനു മഖ്സൂമിൻ്റെ നേതാവാണ്. ബനു മഖ്സൂം എന്ന് പറയുന്നത് ഖുറൈശികളിലെ വലിയ യുദ്ധങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്ന, സാമ്പത്തികമായും അതുപോലെ തന്നെ സൈന്യങ്ങളുടെ നേതൃത്വവും ഒക്കെ ഏറ്റെടുത്തിരുന്ന ഗോത്രമായിരുന്നു ബനു മഖ്സൂം ഗോത്രം. ബനു മഖ്സൂം ഗോത്രത്തിൽ ഒരുപാട് പ്രമുഖരായ സ്വഹാബികളുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരു സ്ത്രീ, വലിയ ഉന്നത കുലജാതയായ ഒരു സ്ത്രീ മോഷ്ടിച്ചതിൻ്റെ പേരിൽ, അവർ വലിയ ഉന്നത കുലജാതയാണല്ലോ, അതുകൊണ്ട് അവരുടെ കൈ മുറിക്കുന്ന ആ ഹദ് ശിക്ഷ നടപ്പാക്കരുത് എന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒന്ന് പിൽക്കാലത്ത് ചോദിക്കുന്നുണ്ട്. ആ വലിയ ഗോത്രം എന്ന് പറയുന്നത് ബനു മഖ്സൂം ഗോത്രക്കാരാണ്. ബനു മഖ്സൂം ഗോത്രം ഉന്നതമായ ഗോത്രം. അതുപോലെ തന്നെ ജുബൈർ ഇബ്നു മുത്തഇം, ഹാരിസ് ഇബ്നു ആമിർ, അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ എണ്ണി വരുന്ന റബീഅയുടെ 2 മക്കൾ ഷൈബത്ത് ഇബ്നു റബീഅ, ഉത്ബത്ത് ഇബ്നു റബീഅ, നദർ ഇബ്നുൽ ഹാരിസ്. നദർ ഇബ്നുൽ ഹാരിസിനെ പറ്റിയും ചരിത്രത്തിൽ ഒരുപാട് കടന്നു വന്നതായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം മുടക്കാൻ വേണ്ടി മറ്റ് വിദേശ നാടുകളിൽ നിന്ന് വന്ന പല കഥകളും പറഞ്ഞ് മക്കക്കാരുടെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിൽ നിന്ന് ആളുകൾ ശ്രദ്ധ തെറ്റിക്കുക എന്നൊരു ദൗത്യം, തൻ്റെ ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ആളായിരുന്നു നദർ ഇബ്നുൽ ഹാരിസ്. അബുൽ ബുഖ്തരി
മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബീഹ്, മുനബ്ബിഹ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ. ഉമയ്യത്ത് ബിനു ഖലഫാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഉപദ്രവിക്കുന്നവരിൽ പ്രമുഖൻ. അദ്ദേഹം അടിമയായിരുന്ന ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു ഉമയ്യത്ത് ബിനു ഖലഫ്. അങ്ങനെ ഇവരൊക്കെ അടങ്ങുന്ന, ഇവരല്ലാത്തവരും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയ മക്കയിലെ ഏറ്റവും പ്രമാണിമാർ ദാറുൻ നദ്വയിൽ ഒരുമിച്ച് കൂടുകയാണ്. അവരന്ന് അതിൽ ഒരുപാട് അഭിപ്രായങ്ങളൊന്ന് ഉയർന്നു വന്നു എന്നതാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം നജ്ദി ആയ ഒരു ഷെയ്ഖിൻ്റെ, ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ പിശാച് വരാനുള്ള കാരണം, അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ മുതിർന്നവരുടെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഇസ്ലാം അത് അംഗീകരിക്കുകയും നല്ല ഗുണമായി പരിചയപ്പെടുത്തുകയും ചെയ്തു. ലൈസ മിന്ന മല്ലം യുവക്കിർ കബീറന വയർഹം സഗീറന. മുതിർന്നവരെ ആദരിക്കാത്തവനും ബഹുമാനിക്കാത്തവനും ചെറിയ ആളുകളോട്, തന്നെക്കാൾ എളുപ്പമുള്ള ആളുകളോട് കരുണ കാണിക്കാത്തവനും മുസ്ലിങ്ങളിൽപ്പെട്ടവനല്ല എന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണ്ട്. അപ്പോൾ അറിവിലും കഴിവിലും അനുഭവത്തിലും ജീവിത അനുഭവങ്ങളും ഒരുപാട് ഈ ലോകവുമായി ബന്ധപ്പെട്ട പരിചയങ്ങളും ഒക്കെയുള്ള മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക, ആദരിക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുക എന്നത് ഇസ്ലാം അംഗീകരിച്ചതും ജാഹിലിയ കാലത്ത് തന്നെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന നല്ല സ്വഭാവങ്ങളിൽ പെട്ടതും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.